പ്രിയനെ കണ്ടു ഒരു പ്രകാശം, ഒരു പൊൻപ്രകാശം ഞാൻ കണ്ടു. വിശുദ്ധ സ്ഥലത്തു നിന്ന് ഞാനൊരു പ്രകാശം കണ്ടു. സർവവ്യാപിയായ സർവേശ്വരനിൽ നിന്ന് സമ്മതം ലഭിക്കുവാൻ വേണ്ടി സർവശക്തിയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു വെള്ളി വെളിച്ചം, അതേ മനോഹരമായൊരു തീപ്പൊരി പുറപ്പെടുന്നത് ഞാൻ കണ്ടു. പനിമതിയുടെ പ്രഭയും അതേസമയം തന്നെ പാരിലെങ്ങുമുള്ള എല്ലാ രത്നങ്ങളുടെയും പവിഴങ്ങളുടെയും ഒന്നിച്ചുകൂടുന്ന ശോഭ അതിനുണ്ടായിരുന്നു. ദേവാലയ തിരശ്ശീലയിലെ ഒരു വിലപിടിച്ച താരകം കെരൂബിന്റെ പാദത്തിൻ കീഴിലുള്ള നക്ഷത്രങ്ങളിൽ ഒന്നേ അവിടെ നിന്ന് ഇളകി സോഫാതീതമായ ഒരു പ്രകാശത്താൽ പ്രകാശിതമായി തിരശ്ശീലയുടെ അങ്ങേ അറ്റത്തു നിന്ന്, അതേ ദൈവമഹത്വത്തിൽ നിന്ന് തന്നെ ഒരഗ്നി പുറപ്പെട്ട് എന്റെ നേരെ വേഗത്തിൽ വന്നു. വായുവിലൂടെ അത് പറന്നു വരുമ്പോൾ സ്വർഗീയ സ്വരത്തിൽ പാടി. യെസ്, ഇൻ ഹെവൻലി വോയിസിൽ ഇങ്ങനെ പാടി. നീ ചോദിച്ചത് നിന്നിലേക്ക് വരട്ടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. ഒരു താരകം, ഒരു നക്ഷത്രം നിന്നിലേക്ക് വരുമെന്ന്. ദേവാലയത്തിലെ ഒരു പൊൻ താരകമായി സ്വയം വെളിപ്പെടുത്തിയ ഈ ശിശു എന്തായിത്തീരും? കിസ്ലേവ് മാസത്തിലെ ദേവാലയ പ്രതിഷ്ഠാ തിരുനാളായ പ്രകാശത്തിന്റെ തിരുനാൾ നാം ആഘോഷിച്ചു കഴിഞ്ഞ ഈ അവസരത്തിൽ ആ പ്രകാശം ഞാനാണ് എന്ന് ആ കുട്ടി നമ്മോട് പറയുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഞാൻ കേൾക്കുന്നു. പ്രിയതമനേ യോവാക്കീം, അങ്ങ് ഈ സംഭവം മുൻകൂട്ടി കണ്ടു പ്രവചിച്ചു. അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു പുതിയ, അതേ ഈ നൂറ്റാണ്ടിലെ ഒരു പുതിയ എൽക്കാനയുടെ അന്നയായിരിക്കുമെന്നേ. കളകളനാദത്തിൽ അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ മാധുര്യ രാഗത്തിൽ ഈ പൈതൽ എന്റെ ഉദരത്തിൽ നിന്ന് എന്നോട് കൊഞ്ചി സംസാരിക്കുന്നു. ഉള്ളം കയ്യിലിരിക്കുന്നൊരു മണിപ്രാവിന്റെ ചങ്കിടിക്കുന്നത് പോലെ. ടിക് ടിക് ടിക്. ഈ ശിശുവിന്റെ ചങ്ക് ആവർത്തിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ തങ്കക്കുടത്തിന്, അതേ ദൈവിക ദാനമായി നമുക്ക് ലഭിച്ച ഈ മാണിക്യമുത്തിന് എന്തു പേരാണ് നൽകുന്നത്? എല്ലാം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ സംതൃപ്തനായ യോവാക്കീം തല കുലുക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടി അവൾക്ക് ഉടനടി ഉത്തരം കൊടുക്കുന്നു. അന്നാ, ആൺകുട്ടിയാണെങ്കിൽ അവനെ നമുക്ക് സാമുവേൽ എന്ന് വിളിക്കാം, പെൺകുട്ടിയാണെങ്കിൽ നക്ഷത്രമെന്നും. പ്രിയേ, നീ പാടി നിർത്തിയ ആ ഗാനത്തിന്റെ വരിയിലെ ആ വാക്ക് നക്ഷത്രം, കൂടാതെ അവളുടെ പിതാവായ എന്റെ ചിത്തത്തിന്റെ ആനന്ദം വിളിച്ചറിയിക്കുവാൻ വേണ്ടിയും നീ പാടി നിർത്തിയ ആ പേര് അവൾക്ക് കൊടുക്കാം. ദേവാലയത്തിന്റെ തണലിൽ, ദേവാലയത്തിൽ വെച്ച് സ്വയം വെളിപ്പെടുത്തുവാൻ അത് സ്വീകരിച്ച ആ രൂപം, നക്ഷത്ര രൂപം, അതേ താരക ചിഹ്നം, അത് നമുക്ക് സ്വീകരിക്കാം. രക്ഷകന്റെ അമ്പയെ ഉദരത്തിൽ പേറുന്ന അന്ന ദൈവീക കരസ്പർശനം അനുഭവിച്ച് അതിൽ ലയിച്ച് ചാരിതാർത്ഥത്തിൽ ഇങ്ങനെ മറുപടിയായി ചൊല്ലി, നക്ഷത്രം, നമ്മുടെ നക്ഷത്രം, ഷീസ് അവർ സ്റ്റാർ. ഇതുപോലെ മാധുര്യമേറിയ സ്നേഹപ്രകടനവും ഇത്രയും വാത്സല്യവും തേൻ പോലുള്ള ഒരു അനുഭവവും ഒരു പെൺകുഞ്ഞിൽ നിന്ന് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. കാരണം അവളെ ഞാൻ വഹിക്കുന്നില്ല. അതിനാൽ എനിക്കൊരു വേദനയുമില്ല. നീലിമയാർന്ന പുഷ്പവീതിയിലൂടെ അവളാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഈ ഭൂമിയിൽ നിന്നേ ഞാൻ വളരെ അകലെയായിരിക്കുന്ന അവർണ്ണനീയമായ പ്രതീതി വിശുദ്ധരായ ദൈവദൂതന്മാർ എന്നെ താങ്ങി വഹിച്ച് കൊണ്ടുപോകുന്നത് പോലെയും എനിക്ക് അനുഭവപ്പെടുന്നു. ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും വളരെ വേദനാജനകമാണെന്ന് സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വേദനയുമില്ല. പ്രിയനേ, അന്നെന്റെ യൗവനത്തിൽ, എന്റെ കന്യാത്വം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച ആ നാളുകളെക്കാൾ ഉന്മേഷവും യുവത്വവും ശക്തിയും ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അത് എനിക്ക് കൈവന്നിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രി കാരണം വന്ധ്യയായ ഒരു കുറ്റിയിൽ നിന്ന് പൊട്ടിവിടർന്ന ഈ ശിശു നമ്മുടേത് എന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റെതാണ്.
അവൾ അവളുടെ അമ്മയ്ക്ക് യാതൊരുവിധ വേദനകളും ഉളവാക്കുന്നില്ല. അവൾ അവളുടെ സ്വർഗീയ പിതാവിന്റെ സമാധാനവും അനുഗ്രഹങ്ങളും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആത്മാവിന്റെ ശക്തിയാൽ പൂരിതയായ അന്ന തുടർന്നു ചൊല്ലി, നമുക്ക് അവളുടെ പേര് ഇങ്ങനെ കൊടുക്കാം: മേരി മേരി എന്നു വിളിക്കാം, നമ്മുടെ കുഞ്ഞിനു പേരു കൊടുക്കാം. മേരി മേരി എന്ന് നമ്മുടെ കുഞ്ഞിനു പേരു കൊടുക്കാം. താരകം, മുത്ത്, ആമോദം എന്ന പേരിന് നാനാ അർത്ഥമുണ്ട്. ഇസ്രായേലിലെ ധീരയായ ആദ്യ വനിത മോശ തൻ സോദരി മിരിയാമിന്റെ നാമം കൊടുക്കാം. നമ്മുടെ കുഞ്ഞിനു പേരു കൊടുക്കാം, നമ്മുടെ കുഞ്ഞിനു പേരു കൊടുക്കാം. മേരി 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 എന്നു വിളിക്കാം, നമ്മുടെ കുഞ്ഞിനു പേരു കൊടുക്കാം. മേരി മേരി എന്ന് നമ്മുടെ കുഞ്ഞിനു പേരു കൊടുക്കാം. മേരി, നമ്മുടെ പൈതലിനെ മേരി എന്ന് വിളിക്കാം പ്രിയനെ. ആ പേരിന് സമുദ്രതാരം, മുത്ത്, ആമോദം എന്ന് നാനാ അർത്ഥങ്ങളുണ്ട്. ഇസ്രയേലിലെ ആദ്യത്തെ ധീരവനിതയായ മോശയുടെ സോദരിയുടെ നാമമാണത്, മിരിയാം. അതെ, മോശയുടെ സോദരിയുടെ പേര് കൊടുക്കാം. എന്നാൽ മിരിയാമിനെ പോലെ നമ്മുടെ മകൾ ഒരിക്കലും യഹോവയ്ക്കെതിരെ പാപം ചെയ്യുകയില്ല. അവളുടെ സ്നേഹഗീതങ്ങൾ കർത്താവിന് മാത്രമേ അവൾ നൽകുകയുള്ളൂ. കാരണം അവൾ അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവളാണ്. ജനിക്കുന്നതിനു മുമ്പ് തന്നെ അർപ്പിക്കപ്പെട്ട ഒരു ബലിവസ്തു. അതേ ഒരു വിശുദ്ധമായ ഹോമവസ്തുവാണ് അവൾ. യോവാക്യം അന്നയുടെ മൊഴികളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അവൻ അവളോട് ചൊല്ലി, അങ്ങനെ തന്നെയാകട്ടെ അന്നേ, അവൾ കർത്താവിനായി അർപ്പിക്കപ്പെട്ടവളാണ്. ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ. 3 വർഷം ആ പുഷ്പത്തെ കൊതി തീരെ കണ്ട് സന്തോഷിച്ചതിനു ശേഷം അതിനെ കർത്താവിന് നൽകാം. ദൈവമഹത്വത്തിനായി അവളോടൊപ്പം നമ്മയും ബലിവസ്തുക്കളായി അവിടത്തേക്ക് സമർപ്പിക്കാം. കൂട്ടുകാരെ, ഇവിടെ ഈശോ നമുക്ക് വീണ്ടും എടുത്തു കാട്ടിത്തരുന്നത് രക്ഷാകര കർമ്മത്തിന്റെ അടിസ്ഥാനം. അതേ ആരംഭം വളരെ പരിപാവനതയോടെയാണ് പണിയപ്പെട്ടത്. കുഞ്ഞു മേരിയെ മാതാപിതാക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കുന്നു. കൂടാതെ യോവാക്യം അന്നയും അവരെ തന്നെയും അവർ സ്വയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വിരക്തി ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. നൂറ്റാണ്ടുകളായി യഹൂദജനം രക്ഷകനു വേണ്ടി കാത്തിരിക്കുന്നു. ആ രക്ഷകന്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്നതിനെ അതേ രക്ഷകൻ വേഗത്തിൽ ഈ പാരിൽ വന്ന് പിറക്കുവാൻ വേണ്ടി ഒരു വലിയ ത്യാഗമായി അവർ ഈ 2 സമർപ്പണങ്ങൾ നടത്തുന്നു. അമലോത്ഭവിയായ കുഞ്ഞുമേരിയുടെ ജനനം. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്ന സമയം 9 മാസമാണ്. അതുപോലെ തന്നെ അന്ന തൻ്റെ കുഞ്ഞിനെ 9 മാസം ചുമന്നു വളർത്തി. ഇപ്പോൾ പ്രഗ്നൻസിയുടെ 9 മാസം തികഞ്ഞു. പൂർണ്ണ ഗർഭിണിയായ അന്നയുടെ പ്രസവത്തിൻ്റെ അവസാന ദിവസവും മണിക്കൂറുകളും എത്തിച്ചേർന്നു. കൂട്ടുകാരെ, നാം കാണുന്നു, ഇതാ അന്ന ബന്ധുവും സഖിയുമായ ഒരു സ്ത്രീയുടെ സഹായത്തോടെ തോട്ടത്തിൽ ഉലാത്തുന്നു. കഠിനമായ ഉഷ്ണം അവളെ തളർത്തിയിരിക്കുന്നു. തോട്ടം തണൽ നൽകുന്നുവെങ്കിലും അന്തരീക്ഷത്തിലെ വായു വളരെ ചൂടുപിടിച്ചിരിക്കുന്നു. താപനില ഉച്ചനിലയിലാണ്. സൂര്യൻ തൻ്റെ കരുണയില്ലാത്ത രശ്മികൾ ഭൂമിയിലേക്ക് നിർഗളിക്കുന്നു. അവൻ ചൂട് നിരന്തരം വമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ താഴെയുള്ള എല്ലാ വസ്തുക്കളും ചുട്ടുപഴുത്തിരിക്കുന്ന അവസ്ഥയിലാണ്. വരൾച്ച തുടങ്ങിയിട്ട്
കുറെ കാലമായി അന്തരീക്ഷം പൊടി കൊണ്ട് മൂടിയിരിക്കുന്നു. ജലസേചനമില്ലാത്ത ഭൂമി വരണ്ടു ഉണങ്ങിയിരിക്കുന്നു. എന്നാൽ പൂത്തടങ്ങളിലും വൃക്ഷങ്ങളുടെ ചുറ്റിലും ജലസേചനം നൽകുന്ന ഭാഗങ്ങളിൽ മാത്രം നനവുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് യോവാക്യമിന്റെ മനോഹരമായ ആ ആരാമം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പോകാം. പോകാം പോകാം. തോട്ടം, അഴകാർന്ന തോട്ടം. യോവാക്യമിന്റെ തോട്ടത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് തോട്ടത്തിന്റെ അങ്ങേയറ്റം വരെ നീണ്ടുകിടക്കുന്ന മുന്തിരിപ്പന്തൽ. പന്തലിന്റെ മുന്നിലും വശങ്ങളിലും ധാരാളം പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. മുന്തിരിപ്പന്തലിന്റെ അവസാന ഭാഗത്ത് വയലുകളാണ്. വയലുകൾ വിളവെടുപ്പ് കഴിഞ്ഞതിനാൽ ഇപ്പോൾ അവ ശൂന്യമായി കിടക്കുന്നു. പുരയിടത്തിന്റെ അതിർത്തി ഹോർത്തോൺ ചെടി കൊണ്ട് വെട്ടിവേലിയായി നിർത്തിയിരിക്കുന്നു. അവയിൽ ചുമന്ന മാണിക്യം പതിച്ചതുപോലെ നിറയെ കായ്കൾ ദൃശ്യമാണ്. വേലിക്ക് പുറത്ത് പുൽമേടിൽ ആട്ടിടയൻ തന്റെ ആടുകളെ മേയ്ക്കുന്നു. യോവാക്യം മുന്തിരിച്ചെടികൾ നിരനിരയായി നിൽക്കുന്നതിനിടയിലും ഒലിവ് മരങ്ങളുടെ ചുറ്റിലും പണിയുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ 2 പണിക്കാരുണ്ട്. യോവാക്യം പ്രായമുള്ളവനാണെങ്കിലും വളരെ ഉത്സാഹത്തോടും വേഗത്തിലുമാണ് പണിയുന്നത്. ഉണങ്ങി വരേണ്ട വൃക്ഷങ്ങൾക്ക് വെള്ളം കിട്ടുന്നതിന് അവർ ഒരു പാടത്തിന്റെ അറ്റത്തുള്ള ചാല് കീറുകയാണ്. വെള്ളം പുല്ലിനടിയിലൂടെയും വരണ്ട ഭൂമിയിലൂടെയും കിളകള ധ്വനിയോടുകൂടി ഒഴുകി വരുന്നു. ധാരാളം കായ്കൾ പിടിച്ചിരിക്കുന്ന മുന്തിരിയും ഒലിവും മറ്റു വൃക്ഷങ്ങൾക്കും ഇപ്പോൾ ആശ്വാസമായി. മുന്തിരി പന്തലിനടിയിൽ മുന്തിരിച്ചാറ് കുടിക്കുന്ന തേനീച്ച പറ്റങ്ങളുടെ ഇരമ്പൽ കേൾക്കുന്നു. തണലുള്ള മുന്തിരിപ്പന്തലിന്റെ അടിയിലൂടെ അന്ന യോവാക്യമിന്റെ അടുത്തേക്ക് മന്ദം നടന്നു വരുന്നു. യോവാക്യം അന്നയെ കണ്ടയുടനെ അവളുടെ പക്കലേക്ക് വേഗത്തിൽ ചെല്ലുന്നു. എന്തേ ഇത്രയും ദൂരം നീ വന്നോ അന്നേ? അതേ യോവാക്യം, നമ്മുടെ വീട് അടുപ്പ് പോലെ ചൂടായിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് പ്രയാസമാണല്ലേ? എന്റെ ഈ അവസാന മണിക്കൂറിലെ സഹനം ഗർഭിണികളായ എല്ലാ സ്ത്രീകളുടെയും പോലെയാണ്. പ്രകൃതിയാലുള്ള പ്രസവവേദന. അതെ, മനുഷ്യർക്കും മൃഗങ്ങൾക്കുമുള്ള ഈറ്റുനോവ്. അധികം വെയിൽ കൊള്ളാതെ യോവാക്യം അവൾക്ക് മറുപടി കൊടുക്കുന്നു. ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മഴ കഴിഞ്ഞ 3 ദിവസമായി പെയ്യുമെന്ന് കരുതി
എന്നാൽ പെയ്തില്ല. ഭൂമിയാകെ വരണ്ടിരിക്കുന്നു. ധാരാളം വെള്ളമുള്ള ഒരു ഉറവ നമുക്കുള്ളതിനാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഞാൻ ചാലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അത് ചെടികൾക്ക് വലിയ ആശ്വാസമായി. അവയുടെ ഇലകൾ വാടിത്തുടങ്ങി, പൊടി കൊണ്ട് മൂടിയും ഇരിക്കുന്നു. ഇപ്പോൾ അവ കരിഞ്ഞു പോകാതിരിക്കാനുള്ള വെള്ളം മാത്രം കിട്ടുന്നുണ്ടേ. മഴയൊന്ന് പെയ്തിരുന്നുവെങ്കിൽ എല്ലാ കൃഷിവലന്മാർക്കും ഉള്ളതുപോലെ ഉത്കണ്ഠയോടെ യോവാക്യം തന്റെ നേത്രങ്ങൾ ഉയർത്തി മാനത്തേക്ക് നോക്കുന്നു. ക്ഷീണിതയായ അന്ന ഒരു വിശറി കൊണ്ട് വീശി അല്പം സ്വല്പം ആശ്വാസവും കുളിർമയും ലഭിക്കുവാൻ ശ്രമിക്കുന്നു. ആ വിശറി ഒരു തരം പനയുടെ ഉണങ്ങിയ ഇല കൊണ്ടുണ്ടാക്കിയതാണ്. വർണ്ണശബളമായ നൂലുകൾ പാകി അത് ഉറപ്പിച്ചിരിക്കുന്നു. അന്നയുടെ സഖി ഇടയ്ക്ക് കയറി പറയുന്നു, നോക്കൂ, അവിടെ വലിയ ഹെർമോൺ മലയുടെ അപ്പുറത്ത് ബിഹായസിൽ കാർമേഘങ്ങൾ അതിവേഗം ഉയരുന്നു. വടക്ക് നിന്നൊരു മന്ദമാരുതനും വീശുവാൻ തുടങ്ങി. അതൊരു ഉണർവേകും. ഒരു പക്ഷേ മഴ പെയ്തേക്കാം. കാറ്റ് വീശുവാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ചന്ദ്രൻ ഉദിച്ചു കഴിയുമ്പോൾ അത് നിലയ്ക്കുന്നു. ഇനിയും അത് തന്നെയായിരിക്കും സ്ഥിതി. യോവാക്യം നിരുത്സാഹവാനായി പറയുന്നു, നമുക്ക് തിരിച്ച് ഭവനത്തിലേക്ക് പോകാം. മനോഹരമായ നമ്മുടെ ഉദ്യാനത്തിലായിട്ട് പോലും ശ്വസിക്കാൻ വളരെ പ്രയാസമാകുന്നു. ഈ ഉഷ്ണം കഠിനമാണ്. എങ്ങനെയുമാകട്ടെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പതിവിലധികം വിളറി ഒലിവിന്റെ നിറമായിരിക്കുന്ന അന്ന പറയുന്നു, നിനക്ക് വേദന തുടങ്ങിയോ അന്നേ? യോവാക്യം ആശങ്കയോടെ ചോദിക്കുന്നു. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ കുഞ്ഞുമേരിയെ ഉദരത്തിൽ വഹിക്കുന്ന അന്ന പാവനാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞ് ഇങ്ങനെ ഓതി, മാധുര്യ പാരവശ്യത്തിൽ ഞാനിന്ന് ഒരു നാളും അനുഭവിക്കാത്ത സന്തോഷം, ഒഴുകിയിറങ്ങും തൈലത്തിൻ മാധുര്യം, ദൂതനെ സ്വപ്നത്തിൽ കണ്ട യാക്കോബിൻ സന്തോഷം പോലെ ആത്മീയ സന്തോഷം, റാഫേൽ മാലാഖെ ദർശിച്ച തോബിയാസിന്റെ ആഹ്ലാദം പോലെ, ആഹ്ലാദം എൻ ഹൃദയത്തിൽ, ആഹ്ലാദം എൻ ഹൃദയത്തിൽ. നീലവിതാനത്തിൽ ഉയർന്ന് പറന്ന് സ്വർഗത്തിൻ പ്രതീതി എന്നിൽ ഉണർത്തുന്നു. നീലവിതാനത്തിൽ ഉയർന്ന് പറന്ന് സ്വർഗത്തിൻ പ്രതീതി എന്നിൽ ഉണർത്തുന്നു. സ്വർഗത്തിൻ പ്രതീതി എന്നിൽ ഉണർത്തുന്നു. ഓ എന്റെ സ്നേഹപ്രിയനേ, ആമോദം ആമോദം, ആനന്ദം ആനന്ദം. എന്നിലൊരു ആത്മീയ ആമോദമാരി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. അന്ന് ദേവാലയത്തിൽ വെച്ച് ആ കൃപാവരം, ആ അതിശ്രേഷ്ഠമായ ദൈവീക അനുഗ്രഹം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ആ വലിയ സമാധാനവും സന്തോഷവും ഇപ്പോൾ ഞാൻ വീണ്ടും അനുഭവിക്കുന്നു. തുടർന്ന് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും ആ വലിയ സമാധാനം 2ാം പ്രാവശ്യം ഞാൻ അനുഭവിച്ചു. അതൊരു ആത്മീയ പാരവശ്യമാണ്, ആത്മാവിന്റെ പാരവശ്യം. അല്ല, ശരീരത്തിന്റെ അല്ല. ശരീരത്തോട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഇത് അത്ര വലുതാണ്. യെസ്, എ ഗ്രേറ്റ് ജോയ് ആൻഡ് പീസ്. ആ വലിയ സമാധാനത്തിൽ
എൻ്റെ ആത്മാവ് ശാന്തമാവുകയും അതിയായി ആനന്ദിക്കുകയും ചെയ്യുന്നു. ആത്മീയ ദാന നിർവൃതിയുടെ ഉച്ചകോടിയിൽ എത്തിച്ചേർന്ന അന്നയെ വീക്ഷിച്ച് സ്നേഹാദരവോടുകൂടി കണ്ണുനീർ പൊഴിച്ചു നിൽക്കുന്ന തൻ്റെ കണവനെ നോക്കി അന്ന തൻ്റെ ഉള്ളിലെ ആ സ്നേഹാഗ്നി പ്രവാഹത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി വിവരിക്കുവാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ യോവാക്യമിനെ സ്നേഹിച്ചു, ഇപ്പോഴും അതുപോലെ സ്നേഹിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ആദ്യമായി ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് വലതുകാൽ വെച്ച് പ്രവേശിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ നീതിമാനായ ഒരു മനുഷ്യന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം അനുഭവപ്പെട്ടു. തുടർന്ന് ഓരോ പ്രാവശ്യവും അങ്ങയുടെ ആർദ്രമായ സ്നേഹം എനിക്ക് വേണ്ടതൊക്കെ തന്ന് പരിപാലിച്ചപ്പോഴും ആ സമാധാനം എനിക്ക് അനുഭവവേദ്യമായി. എന്നാൽ സത്യത്തിൽ ഇപ്പോൾ ഈ ദൈവിക സമാധാനം, ഈ ഡിവൈൻ പീസ് എന്നിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ശാന്തി വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂർവപിതാവായ യാക്കോബിനെ അധീനപ്പെടുത്തിയതും ഇതുപോലൊരു സമാധാനമാണ്. ദൈവദൂതന്മാരെ അവൻ സ്വപ്നം കണ്ട് ഉണർന്നപ്പോൾ അവന് ലഭിച്ചതേ അഹറോന്റെ ശിരസിൽ നിന്ന് ഒഴുകി ഒഴുകി ഇറങ്ങുന്ന അമൂല്യ അഭിഷേക സുഗന്ധപൂരിത തൈലം പോലെ സമാശ്വാസം നൽകുന്ന സമാധാനം. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, റഫയേൽ മാലാഖയെ ദർശിച്ച തോബിയാസിനുണ്ടായ ആനന്ദം നിറഞ്ഞ സമാധാനം പോലെയാണിത്. ഇതിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയാൽ അത് കൂടുതൽ കൂടുതൽ എന്നെ ശാന്തമാക്കുകയും അത് തീവ്രമായി ആഴത്തിൽ ഞാൻ ആസ്വദിക്കുകയും ചെയ്യുന്നു. പകിട്ടാർന്ന മനോഹരമായ നീലവിധാനത്തിലേക്ക് ഞാൻ പറന്ന് പറന്ന് ഉയരുന്നത് പോലെയാണ്. തന്നെയുമല്ല പ്രിയനേ, ഇതിന്റെ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പ്രശാന്തമായ ഈ ആനന്ദം ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സംഗീതം ഉയർന്നു വരുന്നു. ഈ സമയത്തിന്, അതേ ഈ കാലഘട്ടത്തിന് വേണ്ടിയാണ് അത് എഴുതപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സന്തോഷത്തിന് വേണ്ടി തന്നെ, ഇത് സ്വീകരിക്കുന്ന ഇസ്രായേൽ ദേശത്തിന് വേണ്ടി. പാപിനിയായിരുന്നുവെങ്കിലും ഇപ്പോൾ പാപപ്പൊറുതി ലഭിച്ചിരിക്കുന്ന ജെറുസലേമിനു വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്നയുടെ അസാധാരണമായ പ്രവചനമൊഴികൾ കേട്ട് ഒന്നും മനസ്സിലാകാതെ അതിശയത്തോടെ അവളെ ഉറ്റുനോക്കുന്ന ബന്ധുവിനോട് അന്ന പറയുന്നു, ഒരമ്മയുടെ ഉന്മത്തത കണ്ട് ദയവായി ചിരിക്കരുത് സഖി. ഒന്ന് ശ്രവിക്കൂ. തോബിത്തിന്റെ പ്രവചനങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പുതിയ ഉടമ്പടിയിലെ മന്ന പേടകമായ തന്റെ കുഞ്ഞിനെ കുറിച്ച് അന്ന ദൈവനിവേശിതത്തോടുകൂടി തോബിത്തിന്റെ പ്രവചനങ്ങൾ തന്റെ പങ്കാളിക്കും ബന്ധുവിനും ഓരോന്നോരോന്നായി വിവരിച്ചു കൊടുക്കുന്നു. തോബിത്ത് 13. കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ. തന്റെ കൂടാരം വീണ്ടും അവൻ നിന്നിൽ പണിയട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂടാരം ജെറുസലേമിൽ വീണ്ടും പണിയുവാൻ പോകുന്നത് ജനിക്കാറായിരിക്കുന്ന ഈ ശിശുവിനെ കുറിച്ച് തന്നെയാണ്. അതെ, എന്റെ ഈ കുഞ്ഞിനെ കുറിച്ചാണ്, അല്ലാതെ വിശുദ്ധ നഗരത്തെക്കുറിച്ചല്ല. താഴെ പറയുന്ന പ്രവചനങ്ങൾ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന തുടരുന്നു. തോബിത്ത് ഇങ്ങനെ വിവരിക്കുന്നു, വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും. ലോകത്തിലെ സകല ജനതകളും നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. രാജ്യങ്ങൾ നിനക്ക് കാഴ്ചകൾ കൊണ്ടുവരും. നിന്നിലുള്ള കർത്താവിനെ ആരാധിക്കും. നിന്റെ നാട് പരിശുദ്ധമായി അവർ കരുതും. കാരണം നിന്റെ വിശുദ്ധ ഉദരത്തിലുള്ള പരിശുദ്ധവും മഹത്വമേറിയ നാമം വിളിച്ച് അവർ അപേക്ഷിക്കും. നിന്റെ മക്കൾ നിമിത്തം നീ സന്തോഷിക്കും. എന്തെന്നാൽ അവരെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടും. നിന്നെ സ്നേഹിക്കുകയും നിന്റെ ശാന്തിയിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ ആശിസ് നേടുന്നു. ഞാനാണ് ആദ്യം സന്തോഷിക്കുന്നതേ, അവളുടെ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ അവളുടെ പെറ്റമ്മ. I am the first to rejoice, a lucky and blessed mother. അന്ന ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവളുടെ ശോഭ വർദ്ധിക്കുന്നു.
ദൈവാത്മാവിന്റെ ചൈതന്യം അവളിൽ നിറഞ്ഞു. അവൾ പ്രകാശിതയായിത്തീരുന്നു. ആ പ്രകാശം അവൾ അറിയാതെ തന്നെ ആനന്ദ ബാഷ്പമായി അവളുടെ ഇരുകവൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങുന്നു. അവൾ പുഞ്ചിരി തൂകുന്നു. ആത്മീയ മാരിയാൽ സ്നാനം സ്വീകരിച്ച അന്ന അവൾ പ്രവചിച്ച പ്രവചനങ്ങളും വ്യാഖ്യാനങ്ങളും ശ്രവിച്ചിട്ടും അതിന്റെ ആന്തരിക അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കാതെ പരതന്ത്രരായ ഭർത്താവിന്റെയും സഖിയുടെയും മധ്യത്തിലായി അവൾ വീട്ടിലേക്ക് നടക്കുന്നു. കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വരുന്നു. ആകാശം മേഘാവൃതമായി. ആകെ ഇരുട്ട് പരന്നു. അന്തരീക്ഷം പ്രക്ഷുബ്ധമാകുന്നു. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ലക്ഷണം കണ്ട് അവർ വേഗം നടക്കുന്നു. ഭവനത്തിന്റെ വാതിക്കൽ എത്തിയപ്പോൾ ആദ്യത്തെ ഒരു ചമന്ന മിന്നൽ പിടർ, പുറകെ ഒരു വലിയ ചെണ്ടയിൽ അതിവേഗത്തിൽ അടിക്കുന്നത് പോലെ ഇടിമുഴക്കത്തിന്റെ ശബ്ദം, ഒപ്പം മഴത്തുള്ളികളും തുള്ളിക്കൊരു കുടം എന്ന പോലെ ഉണങ്ങി വരേണ്ട ഭൂമിയിലേക്ക് തുരുതുരെ പതിക്കുന്ന ശബ്ദവും കേൾക്കാം. ഭാഗ്യത്തിന് കഷ്ടിച്ച് നനയാതെ അവർ എല്ലാവരും അകത്തു പ്രവേശിച്ചു. യോവാക്യം വാതിക്കൽ നിന്നുകൊണ്ട് തന്റെ വിശ്വസ്തരായ 2 ജോലിക്കാരോട് സംസാരിക്കുന്നു. സംഭാഷണം കാത്തിരുന്ന് അവസാനം അപ്രതീക്ഷിതമായി വിരുന്നുകാരനെ പോലെ വന്നു ചേർന്ന മഴയെക്കുറിച്ചാണ്. ഉണങ്ങി വരേണ്ട ഭൂമിയിലേക്ക് പതിക്കുന്ന ദാഹജലത്തെക്കുറിച്ചാണ്. എത്ര വലിയ അനുഗ്രഹം, എത്ര വലിയ ആശ്വാസം എന്ന് യോവാക്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവരുടെ സന്തോഷം ഭയമായി മാറി. കാരണം ഭയാനകരമായ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകാൻ പോകുന്നു. മിന്നലും ആലിപ്പഴവർഷം പെയ്യാൻ സാധ്യതയുള്ള കട്ടിമേഘങ്ങൾ കൂടിക്കൂടി വരുന്നു. മേഘം പൊട്ടുകയാണെങ്കിൽ മുന്തിരിയും ഒലുവും എല്ലാം തിരികലിൽ വച്ചാലെന്ന പോലെ നശിക്കപ്പെടും. എന്തൊരു കഷ്ടം, എന്തൊരു ദുരിതം എന്ന് മൂവരും ആവർത്തിച്ചുകൊണ്ട് പരസ്പരം സാന്ത്വനപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും പരിശ്രമിക്കുന്നു. യോവാക്യമിന് പ്രസവം അടുത്തിരിക്കുന്ന ഭാര്യയെക്കുറിച്ച് ഉത്കണ്ഠ കൂടുന്നു. അന്നയ്ക്ക് വേദന ഒന്നുമില്ലെന്ന് പറഞ്ഞു ബന്ധു അദ്ദേഹത്തെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാലും യോവാക്യമിന് വിഷമം തന്നെ. സ്ത്രീകൾ പലരും സഹായിക്കാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുഞ്ഞ് അൽഫിയൂസിന്റെ അമ്മയും അവിടെ വന്നിട്ടുണ്ട്. ചിലർ ബേസനിൽ താലത്തിൽ ചൂടുവെള്ളം കൊണ്ടുപോകുന്നു. അടുപ്പിലെ തീയുടെ മുകളിൽ പിടിച്ച് ഉണക്കിയ തുണികളുമായി മുറിയിൽ കയറുന്നു. മറ്റു ചിലർ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവരോട് യോവാക്യം വിവരം അന്വേഷിക്കുന്നു. അവരുടെ നല്ല വാക്കുകളൊന്നും അദ്ദേഹത്തിന് മനസ്സമാധാനം നൽകുന്നില്ല. അതുപോലെ തന്നെ അന്ന കരയാതിരിക്കുന്നതും യോവാക്യമിനെ വിഷമിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാനൊരു പുരുഷനാണ്. ഒരു ശിശു ജനിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ വേദനയില്ലാതെ വരുന്നത് അപകടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ. ആകെ ഇരുട്ട് മൂടിയിരിക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് അതിഭയാനകരമായ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു. കൊടുങ്കാറ്റും പേമാരിയും ഇടിയും മിന്നലും എല്ലാം അതിശക്തമായി തുടരുന്നു. ഇവിടെ പെയ്യുമെന്ന് അവർ പേടിച്ച ആലിപ്പഴം മഞ്ഞുകട്ടകൾ ദൈവാനുഗ്രഹത്താൽ മറ്റെവിടെയോ പോയി വീണു. യഹോവയ്ക്ക് നന്ദി, സ്തുതി. കൊടുങ്കാറ്റിന്റെ ശൗര്യം കണ്ടേ ജോലിക്കാരിൽ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇത് കണ്ടിട്ട് സാത്താൻ അവന്റെ കിങ്കരന്മാരുമായി നരകത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നത് പോലെ. ആ കാർമേഘങ്ങൾ കണ്ടോ? അന്തരീക്ഷത്തിൽ ഗന്ധകം മണക്കുന്നുണ്ടേ. ചീറ്റലും മൂളലും പ്രാകലും വിലാപവും എല്ലാം കേൾക്കുന്നുണ്ട്. അവൻ തനിയെ ആയതിൽ, അതെ, അവൻ ഒറ്റപ്പെട്ടതിൽ കോപവെറി പൂണ്ടിരിക്കുകയാണ്. മറ്റേ ജോലിക്കാരൻ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഹാ, ഒരു വലിയ ഇര അവന്റെ പിടിവിട്ടുപോയി കാണും. അല്ലെങ്കിൽ മുഖ്യദൂതനായ മിഖായേൽ ദൈവത്തിൽ നിന്നുള്ള ഇടിമിന്നൽ കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തി കാണും. എന്നിട്ട് അവന്റെ കൊമ്പും വാലും കത്തിച്ചു കാണും. കൂട്ടുകാരെ, ഈ ജോലിക്കാർ തമാശയായി മൊഴിഞ്ഞ വാക്കുകളുടെ പുറകിൽ വളരെ വലിയ സത്യം ഒളിഞ്ഞുകിടക്കുന്നു. അതായത് ഭൗമിക പർദീസായിൽ വെച്ച് ദൈവപിതാവിന്റെ കൽപ്പന ലംഘിക്കുവാൻ സാത്താൻ ആദിമാതാപിതാക്കളെ പഠിപ്പിച്ചു. അവരെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചു. അങ്ങനെ അവരെ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകറ്റി. അതിന്റെ പരിണത ഫലം ഈ സൃഷ്ടപ്രപഞ്ചത്തിലും സകല ചരാചരങ്ങളിലും അനുഭവവേദ്യമായി. തന്റെ സ്നേഹത്തിലേക്ക് മനുജനെ വീണ്ടും അടുപ്പിക്കുവാൻ ദൈവം തിരുമനസ്സായി. മാനവകുലത്തിന്റെ പാപപരിഹാര കുഞ്ഞാടായി തന്റെ സ്വന്തം പുത്രനെ അയക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ പുത്രന്റെ മാതാവായി പിറന്ന കുഞ്ഞിനോട്
സാത്താന് കലിവരാതിരിക്കുമോ കൂട്ടുകാരെ? അന്നയുടെ പ്രസവത്തിന്റെ അവസാന ഘട്ടം. ഒരു സ്ത്രീ കടന്നു പോകുന്നു. ഒരു പാത്രവുമായി അപ്രത്യക്ഷയാകുന്നു. അവൾ വിളിച്ചു പറയുന്നു, യോവാക്യം, കുഞ്ഞു വരുന്നുണ്ട്, വേഗത്തിലും നന്നായിട്ട് തന്നെ. പ്രകൃതിക്ഷോഭമെല്ലാം പെട്ടെന്ന് നിലയ്ക്കുന്നു. അതിന് തൊട്ടു മുമ്പേ ഒരു വലിയ ഇടി. അതിന്റെ ആഘാതത്തിൽ പുരുഷന്മാർ മൂവരും ഭിത്തിയിൽ ചെന്ന് ഇടിക്കുന്നു. വീടിന്റെ മുൻപിൽ തോട്ടത്തിനകത്ത് കറുത്ത പുകഞ്ഞൊരു വലിയ വിള്ളൽ ആ ഇടിയെ അനുസ്മരിപ്പിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള അന്നയുടെ മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു. ഒരു മണിപ്രാവിന്റെ കൂജനം പോലുള്ള തേങ്ങൽ. നമ്മുടെ അമല മനോഹരിയായ കുഞ്ഞുമേരിയുടെ കരച്ചിലാണത്. ഉത്ഭവ പാപക്കറിയില്ലാതെ പിറന്നു വീണ കുഞ്ഞുമേരിയുടെ പിറവിയുടെ മുഹൂർത്തത്തിൽ അതിശക്തമായ പ്രകൃതിക്ഷോഭത്തിലൂടെ എല്ലാ മാലിന്യങ്ങളും കഴുകി വൃത്തിയാക്കി. എന്നാൽ പ്രകൃതിക്കൊരു നാശവും സംഭവിക്കാതെ ഒരു പുതുജീവൻ കൈവന്നു. കൂടാതെ അമ്പരവീതിയിൽ മാനവരെ അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അമ്പിളി താരകം ഒന്നായി വാനവിധാനത്തിൽ സംഗമിച്ചു. ഈ സായം സന്ധ്യയിൽ സംഗമിച്ചു. ഈ സായം സന്ധ്യയിൽ സംഗമിച്ചു. ജനനിതൻ ജനന സമയത്ത് സൃഷ്ടികൾ വന്നു വണങ്ങിയിടുന്നു. ഹെർമോൻഗിരിയുടെ മുകളിലിതാ സപ്തവർണ്ണ തേജസ്സിൽ ചാപമായി അഴകാർന്ന മഴവിൽ ഉയർന്നു നിന്നു. അഴകാർന്ന മഴവിൽ ഉയർന്നു നിന്നു. സൃഷ്ടാവിൻ അമ്പയെ വണങ്ങിടുവാൻ സൃഷ്ടികൾ വന്നു നിരന്നു നിന്നു. സൃഷ്ടികൾ വന്നു നിരന്നു നിന്നു. നസ്രത്ത് വീട്ടിലെ അന്നയുടെ സഹായികൾ വിസ്മയതന്ത്രരായി അന്യോന്യം ഊതുന്നു. നോക്കൂ നോക്കൂ, ഒരു വലിയ മഴവില്ല് ആകാശത്തിൽ വിലങ്ങനെ അർത്ഥവൃത്താകൃതിയിൽ പ്രഭ തൂക്കി നിൽക്കുന്നു. ഹെർമോൺ മല സൂര്യനെ തൊട്ടു നിൽക്കുന്നത് പോലെ മലയുടെ മുകളിൽ നിന്ന് മഴവിൽ ഉയർന്നു വരുന്നു. ഇളം ചുമപ്പ് വെൺകല്ലിന്റെ ശോഭയാൽ ആ ഗിരി ശോഭിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലെ നല്ല തെളിവുള്ള ആകാശം. എല്ലാ മാലിന്യങ്ങളും ശുചീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിൽ മനോഹരമായൊരു മഴവില്ല് ഉയർന്ന് ഗലീലിയ കുന്നുകളും സമതലങ്ങളും കടന്ന് അതിൻ്റെ മറ്റേ അറ്റം അങ്ങ് ദൂരെയുള്ള ചക്രവാളത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഒരു വലിയ പർവ്വതനിരയുടെ പിന്നിൽ മറയുന്നു. ഇത് ഇസ്രയേലിനെ മുഴുവൻ ഒരു വലിയ വൃത്തത്തിനുള്ളിൽ വലയം ചെയ്തതുപോലെ. അത്ഭുതം, അത്ഭുതം! സൂര്യൻ അസ്തമിച്ചിട്ടില്ലെങ്കിലും നേരത്തെ തന്നെ ആകാശത്തിൽ ഒരു വലിയ നക്ഷത്രം. ചന്ദ്രനെ നോക്കൂ, എന്തൊരു ഭംഗിയാ! നോക്കിക്കേ നോക്കിക്കേ, ഇതുപോലുള്ള ഒരു ദൃശ്യം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥം? ഈ കുഞ്ഞ് ആരായിത്തീരും? നമ്മുടെ ഈ കുഞ്ഞ് ആരായിത്തീരും? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ പരസ്പരം അവർ ഉന്നയിച്ചുകൊണ്ട് വാചാലരായി ആ അത്ഭുത ദൃശ്യങ്ങൾക്ക് സാക്ഷിയായി എല്ലാം മറന്ന് അവർ നോക്കി നിൽക്കുന്നു. സ്ത്രീകൾ സന്തോഷത്തോടെ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു ശിശുവിനെ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നു. നീട്ടിപ്പിടിച്ച യോവാക്യമിന്റെ കരങ്ങളിലേക്ക് ആ തങ്കക്കുടത്തെ അവർ വെച്ചു കൊടുക്കുന്നു.
അതെ, അവൾ നമ്മുടെ അമ്മ മേരിയായ കുഞ്ഞു മേരിയാണ്. പൂജാതയായി നസ്രത്തിൻ പുത്രി പൂജാതയായി പൂജാതയായി നസ്രത്തിൻ പുത്രി പൂജാതയായി താതനാം യോവാക്കിൻ കരങ്ങളിൽ വഹിച്ച് മാറോടു ചേർത്തവളേ പുൽകിടുന്നു. മാറോടു ചേർത്തവളേ പുൽകിടുന്നു. പിതാവെന്ന വാഗ്ദാനം ചെയ്ത പറുദീസായിലെ സ്ത്രീയാണിവൾ. പിതാവെന്ന് വാഗ്ദാനം ചെയ്ത പറുദീസായിലെ സ്ത്രീയാണിവൾ. സ്വർഗത്തെ പാരമായി രമ്യപ്പെടുത്താൻ ലോകൈകനാഥന്റെ മാതയാകാൻ സ്വർഗം തിരഞ്ഞെടുത്ത ജ്ഞാനപുഷ്പം. സ്വർഗം തിരഞ്ഞെടുത്ത ജ്ഞാനപുഷ്പം. അമലമനോഹരി നിത്യകന്യക, അമലമനോഹരി നിത്യകന്യക, അമലമനോഹരി നിത്യകന്യക. Congratulations, dear Anna and Joachim. Congratulations, Anna and Joachim. ഇതാ ഇവിടെ താതനായ യോവാക്യമിന്റെ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുമേരി. യോവാക്യം അവളെ മാറോട് ചേർത്ത് പുൽകുന്നു. ആബാ പിതാവ് ആദിയിലെ വാഗ്ദാനം ചെയ്ത ആ സ്ത്രീയാണിവൾ. ജ്ഞാനപുഷ്പം, വാഗ്ദാന പേടകം, അമല മനോഹരി, നിത്യകന്യക, ഇളം റോസ് കലർന്ന ദന്തവർണ്ണമുള്ള ശിരസ്, ചുമന്ന ചുണ്ടുകൾ, മനോഹരമായ കവിൾത്തടം, സുന്ദരമായ നാസിക, ചെറിയ പൊട്ടുകൾ പോലുള്ള നീലമിഴികൾ, സ്വർണവും തേൻ നിറത്തിലുള്ള മുടി, അവളുടെ ചെവികൾ 2 ചിപ്പികൾ പോലെ മനോഹരം, കുഞ്ഞു പാണികൾ, ധാരധാരയായി ഒഴുകാനിരിക്കുന്ന അവളുടെ ദുഃഖ കണ്ണുനീർ തുടച്ചു മാറ്റേണ്ടവയാണവ. എങ്ങനെ അവ തുടച്ചു മാറ്റും? കുഞ്ഞു പാദങ്ങൾ, ഈ ചെറുപാദങ്ങൾ എത്ര ദൂരം എങ്ങനെ സഞ്ചരിക്കും? ഭാവിയിൽ കുരിശിന്റെ കീഴിൽ ഇത്ര ഭാരമുള്ള വേദന എങ്ങനെ താങ്ങും? സ്ത്രീകൾ ആ വലിയ പ്രകൃതിക്ഷോഭത്തെക്കുറിച്ചും ചന്ദ്രന്റെ പതിവില്ലാത്ത ശോഭയും മഴവില്ലിന്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും നിർത്താതെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. യോവാക്യമിന്റെ കൂടെ അവരും അന്നയുടെ മുറിയിൽ പ്രവേശിച്ച് കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുന്നു. അന്ന അവളുടെ മനസ്സിൽ കടന്നു വന്ന ഒരു ആത്മീയ ചിന്തയാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു, അവൾ നക്ഷത്രമാണ്. അവളുടെ അടയാളം സ്വർഗത്തിലാണ്. സമാധാനത്തിന്റെ വില്ലാണു മേരി. എൻ്റെ നക്ഷത്രമാണ് മേരി. നിർമ്മലയായ ചന്ദ്രികയാണ് മേരി. എൻ്റെ മുത്താണ് മേരി. ബന്ധുവായ സ്ത്രീ ചോദിക്കുന്നു. പക്ഷേ മേരി എന്ന പേരിന് കയ്പ്, ദുഃഖം, പിത്തേന്നി സാഡ്നസ് എന്നും അർത്ഥമുണ്ടേ. അവൾക്ക് ദൗർഭാഗ്യം വരുമെന്ന് നീ ഭയപ്പെടുന്നില്ലേ എന്നെ?
അന്ന ശാന്തമായി അവൾക്ക് മറുപടി കൊടുക്കുന്നു. ദൈവം അവളോട് കൂടിയുണ്ട്. അവൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടുത്തേതായിരുന്നു. ആ സ്വർഗീയ നാഥൻ അവളെ നേരായ പാതയിലൂടെ നയിക്കും. എല്ലാ ദുഃഖവും കയ്പുകളും സ്വർഗീയ മധുവായി പരിണമിപ്പിക്കും. അവിടുന്ന് പരിണമിപ്പിക്കും. എൻ്റെ മുത്തേ, നീ ഇപ്പോൾ അമ്മയുടേതാണ്. അതിനുശേഷം നീ പൂർണ്ണമായും ദൈവത്തിൻ്റെതായിരിക്കും. അതെ, അവിടുത്തേത് മാത്രമായിരിക്കും. യു വിൽ ബി ഗോഡ്സ് ഓൺലി. യു വിൽ ബി ഗോഡ്സ് ഓൺലി. അമ്മയും കുഞ്ഞും ശാന്തമായി ഉറങ്ങുന്ന ദൃശ്യം എത്ര മനോഹരം! കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ കുഞ്ഞു അമ്മ മേരിക്ക് വേണ്ടി 2 വരി താരാട്ടുപാട്ട് പാടാം. നമുക്ക് പാടാം. കൂട്ടുകാരെ, നാം നമ്മുടെ കഥയുടെ അന്ത്യത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ അമ്മയായ കുഞ്ഞുമേരിയുടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിച്ചതിൽ നിന്നും വളരെ ചുരുക്കത്തിൽ ഒരു വിവരണം. മോശയുടെ നിയമമനുസരിച്ച് മാതാപിതാക്കൾ കുഞ്ഞുമേരിയെ 40-ാം നാൾ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. കൂടെ അമ്മയായ അന്നയുടെ ശുദ്ധീകരണവും നടക്കുന്നു. ഇതിന്റെ ഭാഗമായി യോവാക്യം നസ്രത്തിലെ തന്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും ക്ഷണിച്ച് ഒരു വിരുന്നൊരുക്കി തന്റെ പൊന്നോമന പൈതലിനെ അവരെ കാണിച്ച് സന്തോഷിക്കുന്നു. തുടർന്ന് മാതാപിതാക്കൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ 3 വയസ്സ് പൂർത്തിയായ മകളെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. യേശയ്യ 7:14 വചനപ്രകാരം കന്യകയിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന രക്ഷകന്റെ മാതാവാകാൻ യോഗ്യത നേടുവാൻ വേണ്ടി കന്യകമാർ അന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. അവരിൽ ഒരാളായി കുഞ്ഞുമേരി മാറി. ബന്ധുവും പുരോഹിതനുമായ സക്കറിയാസും ഭാര്യ എലിസബത്തിന്റെയും മേൽനോട്ടം അവൾക്കുണ്ടായിരുന്നു. ഒരു വലിയ ആത്മീയ പ്രേരണയാലും ദൈവീക പ്രചോദനത്താലും വളരെ ചെറുപ്പം മുതൽ, അതെ കുഞ്ഞു പ്രായം മുതൽ എന്നും കന്യകയായി ജീവിക്കുമെന്ന് മേരി ആഗ്രഹിച്ചുറപ്പിച്ചു വ്രതമെടുത്തു. കൂടാതെ രക്ഷകന്റെ വരവ് ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി അവൾ ധാരാളം ത്യാഗങ്ങൾ ചെയ്തു. മേരിയുടെ ദേവാലയവാസക്കാലത്ത് തന്നെ അവളുടെ നീതിയുള്ള മാതാപിതാക്കളായ യോവാക്യവും അന്നയും സ്വർഗീയ ജെറുസലേമിലേക്ക് വിളിക്കപ്പെട്ടു. അവരുടെ ഏക മകളെ രക്ഷകന്റെ വരവിനായി സമർപ്പിച്ചതിൽ അവർ ശുഭാപ്തി വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടി തന്നെ സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്രയായി. നിത്യകന്യകാവ്രതം എടുത്തവളും 15 വയസ്സും പ്രായപൂർത്തിയുമായ മേരിയെ ഇസ്രയേലിന്റെ പൊതു നിയമമനുസരിച്ച് മറ്റു സ്ത്രീകളെപ്പോലെ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുവാൻ പ്രധാന പുരോഹിതൻ അവളെ ഉപദേശിക്കുന്നു. തന്റെ വ്രതത്തെക്കുറിച്ച് മേരി അവിടുത്തെ അറിയിക്കുന്നു. മാതാപിതാക്കൾ മരിച്ചുപോയ അനാഥയായ അവൾ അവിടുത്തെ അനുസരിക്കുന്നു.
കന്യകയായി എന്നും ജീവിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിന് അവൾ സമ്മതം മൂളുന്നു. അങ്ങനെ പ്രധാന പുരോഹിതന്റെ ആജ്ഞപ്രകാരം മഞ്ഞുകാലത്ത് ഉണക്ക കമ്പുകൾ സമർപ്പിച്ച പുരുഷന്മാരിൽ ജോസഫിന്റെ കമ്പു മാത്രം പുഷ്പിച്ചു നിൽക്കുന്നു. മേരി അവൾ സ്വീകരിച്ച നിത്യകന്യകാവ്രതം നിലനിർത്തിക്കൊണ്ടുതന്നെ പൂർണ്ണ ദൈവനിശ്ചയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട നാസീർ വ്രതക്കാരനും വിരക്ത ജീവിതം നയിച്ച ജോസഫുമായുള്ള വിവാഹ നിശ്ചയം ദേവാലയത്തിൽ വെച്ച് പ്രധാന പുരോഹിതൻ നടത്തുന്നു. സക്കറിയാസിന്റെയും എലിസബത്തിന്റെയും സഹായത്തോടുകൂടി. തുടർന്നുള്ള ഭാഗം സുവിശേഷകനായ മത്തായി ശ്ലീഹ നമുക്ക് വിവരിച്ചു തരുന്നു. 1:18 യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ആമേൻ. അങ്ങനെ സ്വർഗീയ സൂനമായ നമ്മുടെ ക്രിസ്തുനാഥൻ ലോകരക്ഷയ്ക്കായി അമലയും നിത്യകന്യകയുമായ മേരി അമ്മയുടെയും നിത്യബ്രഹ്മചാരിയായ വളർത്തുപിതാവ് ജോസഫ് താതന്റെയും വിരക്തി, വിശുദ്ധി, എളിമ, കർത്താവിനായുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്നീ സുഹൃതങ്ങളാകുന്ന കുസുമങ്ങൾ വിരിഞ്ഞു നിന്ന മനോഹരമായ ആരാമത്തിൽ ഒരു ദിവ്യ സൂനമായി ക്രിസ്മസ് രാത്രിയിൽ പിറന്നു വീണു. അതെ, യഹൂദ കലണ്ടർ പ്രകാരം കിസ്ലേവ് 25 യേശു ജനിച്ചു. അതായത് യേശു അവരെ ഈ പാരിലെ തന്റെ മാതാപിതാക്കളായി സ്വീകരിച്ച് സമയത്തിന്റെ തികവിൽ ദൈവീക പദ്ധതിയിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പേ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഈ മണ്ണിൽ പിറന്നു വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ തന്റെ സ്വർഗാരോപണം വരെ കന്യകയായി നിത്യകന്യകയായി ജീവിച്ചു. ഔസേപ്പു താതൻ തന്റെ മരണം വരെ വിരക്തി ജീവിതത്തിലും ജീവിച്ചു മരിച്ചു. ആമേൻ. ക്രിസ്തുവിന്റെ 2ാം വരവിന് മുൻപായി നാം അറിഞ്ഞിരിക്കേണ്ട മഹത്തായ കാര്യങ്ങളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. ക്രിസ്തു തന്റെ സഭയ്ക്ക് അവസാനമായി ഓതിത്തന്ന തന്റെ അമ്മയുടെ പിറവിയെക്കുറിച്ചുള്ള നഗ്ന സത്യങ്ങളാണ് ഇവ. ആമേൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Mm-hmm.